ശാന്തി. ഞാൻ സ്വയം ബാബ തന്നിരിക്കുന്ന ശ്രേഷ്ഠ സമാനത്തിൽ സ്ഥിതമാകുന്നു. ഞാൻ രാജഋഷിയാണ്. ബ്രഹ്മാമുഖവംശാവലി, ബ്രാഹ്മണ കുലഭൂഷൺ, സ്വദർശൻ ചക്രധാരി ആത്മാവാകുന്നു. ഞാൻ സർവശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ രാജയോഗിയാണ്, രാജഋഷിയാണ്, സ്വരാജ്യ അധികാരി രാജാവാകുന്നു. പഴയ ലോകത്തോട് വൈരാഗിയായ ഋഷിയാണ്. ഞാൻ എൻ്റെ സർവ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ എൻ്റെ മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളുടെ മേലെയും രാജ്യം ഭരിക്കുന്ന രാജാവാണ്. ഞാൻ അന്തർമുഖതയുടെ ഗുഹയിലിരുന്ന് തപസ്യ ചെയ്യുന്ന ഋഷിയാണ്. ദേഹത്തിൻ്റെ സംബന്ധത്തിൽ നിന്നും സാധനങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉപരാമമായിരിക്കുന്നു. ഈ പഴയ ലോകത്തിലെ സർവകാര്യങ്ങളിൽ നിന്നും ഭിന്നമായി ബാബയുടെ സ്നേഹിയായിരിക്കുന്നു. ഞാൻ ഭവിഷ്യ രാജ്യ പദവി പ്രാപ്തി ചെയ്യുന്ന രാജഋഷിയാണ്. സർവവികാരങ്ങളുടെ സന്യാസം ചെയ്യുന്ന രാജഋഷിയാകുന്നു. രാജ എന്നാൽ അധികാരിയാണ്, ഋഷി എന്നാൽ തപസ്വിയാണ്. സ്വയം തന്നെയും വിശ്വത്തെയും പരിവർത്തനം ചെയ്യാനുള്ള ശക്തി എന്നിലുണ്ട്. സ്വയം തന്നെയും വിശ്വത്തെയും സദാകാലത്തേക്ക് നിർവിഘ്നമാക്കുന്നു. എൻ്റെ തപസ്യയുടെ ബലത്താൽ ജീവൻ മുക്ത ഭവ വരദാനം ബാബയിൽ നിന്നെടുക്കുന്നു. മറ്റുള്ളവർക്കും കൊടുക്കുന്ന രാജഋഷിയാണ്. പരിധിയുള്ള വിനാശി സാധനം സമ്പത്ത് എല്ലാം ബുദ്ധിയിലൂടെ ത്യാഗം ചെയ്യുന്ന സർവത്യാഗിയാകുന്നു. നാലു ഭാഗത്തുമുള്ള തീരങ്ങൾ ഒഴിവാക്കി, പരിധിയുള്ള ആശ്രയങ്ങൾ ഒഴിവാക്കി, പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിൽ ഞാൻ പരിധിയില്ലാത്ത ബാബയെ എൻ്റെ സഹായിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ബുദ്ധിയിൽ കേവലം ഒരു ബാബയുടെ സ്മൃതി മാത്രമാണ്. ഏകരസസ്ഥിതിയിൽ സ്ഥിതമായ ഞാൻ രാജഋഷിയാണ്. ഞാൻ മഹാതപസ്വിയാണ്. സത്യം സത്യമായ രാജഋഷിയാണ്. എൻ്റെ കർത്തവ്യമാണ് തപസ്യ. തപസ്യയിലൂടെ ഞാൻ പൂജയ്ക്ക് യോഗ്യനാകുന്നു. ഞാൻ തമോ പ്രധാന ആത്മാവിനെ സതോ പ്രധാനമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്.
പൂജയ്ക്ക് യോഗ്യനാക്കുന്നു. പുരുഷാർത്ഥം വിജയിച്ചില്ലെങ്കിൽ ധർമ്മരാജന്റെ ശിക്ഷ അനുഭവിക്കും. ശിക്ഷ അനുഭവിച്ചവർ പൂജ്യരാകുകയില്ല. ബാബ സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ശിവബാബ നിരാകാരനാണ്, പരമമായ ആത്മാവാണ്. പേരാണ് ശിവൻ. എല്ലാ ആത്മാക്കളും പാർട്ടഭിനയിക്കാൻ ഇവിടെ വരികയാണ്. ബാബയ്ക്കും ഇവിടെ പാർട്ടുണ്ട്. എനിക്കറിയാം, അരകൽപ്പം ജ്ഞാനമാണ്, അരകൽപ്പം ഭക്തിയാണ്. എനിക്ക് ഈ പഴയ ലോകത്തോട് വൈരാഗ്യമാണ്. അച്ഛൻ സദാ സുഖദായിയാണ്, ദുഃഖഹർത്ത സുഖകർത്താവാണ്. ഋഷി സദാ തപസ്സനുഷ്ഠിക്കുന്നു. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, പുരുഷാർത്ഥം ചെയ്ത് വിജയിക്കൂ. ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടി വരരുത്. അപ്പോൾ പൂജയ്ക്ക് യോഗ്യരാകുന്നു. പുരുഷാർത്ഥം ചെയ്ത് ആത്മജ്യോതി തെളിയിക്കുന്നു. ആത്മാവിനെ സത്തോ പ്രധാനമാക്കുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിച്ച് മംഗളമുണ്ടാക്കുന്നു. ഞാൻ സത്യമായ ബ്രാഹ്മണനാണ്. ഞാൻ തന്നെയാണ് പിന്നീട് ദേവതയാകേണ്ടത്. ഇത് എനിക്ക് പുരുഷോത്തമനാകാനുള്ള സംഗമയുഗമാണ്. ഈ അന്തിമ ജന്മം പാവനമാകുന്നതിലൂടെ ഞാൻ പാവന ലോകത്തിൻ്റെ അധികാരിയാകുന്നു. ഞാൻ ബാബയുടേതായിരിക്കുന്നു. ബാബയിൽ നിന്ന് സമ്പത്ത് നേടുന്നു. ഞാൻ വീണ്ടും പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. അതുവരെ സന്തോഷമുണ്ട്. പുരുഷാർത്ഥത്തിലൂടെ ഞാൻ ഉയർന്നതാകുന്നു. സദാ സുഖദായിയാകുന്നു. എല്ലാവർക്കും മുക്തി, ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു കൊടുക്കുന്നു. ദേഹി അഭിമാനിയാകുന്നതിൻ്റെ തപസ്യ ചെയ്യുന്നു. പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗിയാകുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഓരോരുത്തരുടെയും വിശേഷതയെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് വിശ്വസ്തരായി ഏകാഭിപ്രായമുള്ള സംഘടനയുണ്ടാക്കുന്ന സർവരുടെയും ശുഭചിന്തകരാകുന്നു. ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവ് തന്നെയാണ് ശ്രേഷ്ഠ പ്രാപ്തിയുടെയും ബ്രാഹ്മണ ജീവിതത്തിൻ്റെയും ആധാരമാകുന്നത്. ഏത് കാര്യത്തിൽ ദുർബലമാകുന്നുവോ മായ ആ രൂപത്തിൽ അവസാനത്തെ പേപ്പർ എടുക്കും. അതിനാൽ വിദേഹിയാകുന്നതിൻ്റെ അഭ്യാസം ചെയ്യുന്നു. ഓം ശാന്തി.